ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനെ തീപിടിച്ച സംഭവത്തിൽ സംയോജിതമായി ഇടപെട്ട് മിനിറ്റുകൾക്കും തീയണച്ച് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയ ചില മനുഷ്യരുണ്ട്. തീ പടരുന്നത് കണ്ട് കൂക്കി വിളിച്ച് വാഹനം നിർത്താൻ പറഞ്ഞ ഓട്ടോക്കാരൻ മുതൽ സമീപത്തെ പമ്പ് ജീവനക്കാരും ചുമട്ടുതൊഴിലാളികളും ബസ്സിൻ്റെ ഡോർ ചവിട്ടിപ്പൊളിച്ച് ഇരുചക്രവാഹനക്കാരും ഉൾപ്പെടെ പരസ്പരം കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം. ഇനി സംഭവത്തിൻ്റെ CCTV ദൃശ്യം. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് വൈകുന്നേരം ഏതാണ്ട് 6:30 പിന്നിട്ട് കാണും. ബസ്സിൽ നിറയെ യാത്രക്കാർ. ഒറ്റപ്പാലം മായന്നൂർ പാലം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ മീറ്ററുകൾ മാത്രം ബാക്കിയിരിക്കെ വഴിയരികിൽ നിൽക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ബസ്സിനടിയിൽ നിന്നും തീ പടരുന്നത് ആദ്യം കാണുന്നത്. യഥാർത്ഥത്തിൽ അയാളാണ് ഈ കഥയിലെ താരം. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജമാൽ നാസർ. ഉടനെ കൂകി വിളിച്ച് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. തീ ആളിക്കത്തുന്നു എന്ന് കണ്ടയുടൻ തൻ്റെ ഓട്ടോറിക്ഷയിലെ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീ കെടുത്താനായി തുടങ്ങി. അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചതിനാലാണ് തനിക്ക് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ ധൈര്യം വന്നതെന്ന് ജമാൽ നാസർ പറഞ്ഞു. ഇതിൽ കുറച്ചാണ് നമുക്ക് മറ്റൊരു ഫയർ ഉണ്ടാകുമ്പോൾ ആ പോയിന്റിലേക്ക് ഇത് കൊടുക്കാൻ മാത്രമേ ഇത് കഴിയുള്ളൂ. കാരണം വളരെ കുറച്ചാണ് ഇതിലുള്ളത്. അത് പെട്ടെന്ന് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ പരിശീലനം കിട്ടിയ ആളുകൾക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. തൊട്ടടുത്ത പെട്രോൾ പമ്പിലെ ജീവനക്കാരും പമ്പിലെ സാമഗ്രികളുമായി ഓടിയെത്തി തീ അണയ്ക്കുന്നതിനൊപ്പം കൂടി. അവരും കൂടി ഇടപെട്ടതോടെ മിനിറ്റുകൾ കൊണ്ട് തീ അണച്ചു. ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു 6:35 ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് നോക്കിയ ഒരു ബസ്സിൻ്റെ അടിയിൽ കൂടെ നല്ല ഒരു തീ കത്തന പോലെ ഒരു ഇതിലാ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ വന്നത്. പിന്നെ എല്ലാവരും ഒച്ചയും പകലം കേട്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താന്ന് ഓടിയപ്പോൾ ബസ്സിൻ്റെ അടിയിൽ നല്ല കത്തലായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഫുള്ള് ജാമായതാണ്. ഡോറ് ഫുള്ള് ഹൈഡ്രോളിക് ടൈപ്പ് ആയതുകൊണ്ട് അത് പൊട്ടിച്ച എല്ലാവരും ഇറക്കി. അപ്പോൾ ആ സമയം ആ ഒരു 30 സെക്കൻഡിലെ എല്ലാം ഇറക്കാനും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഈ ഫയർ എക്സ്റ്റൻഷൻ കുറ്റി എടുത്തിട്ട് പോയിട്ട് പെട്ടെന്ന് കെടുത്താനും ഇതായി. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൂടിപ്പോയി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കെടുത്തി. ഇതിനിടെ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തു വന്നിരുന്ന ഒരു യുവാവും ഓടിയെത്തിയ CITU പ്രവർത്തകരും ചേർന്ന് ബസ്സിലെ യാത്രക്കാരെ പുറത്തിറക്കി. കണ്ടുനിന്നവരുടെ പോലും മനസ്സിലലിയിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് നടന്നത്. സംഭവശേഷം CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോഴാണ് ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര വലിയ ദുരന്തം സംഭവിച്ചേനെ എന്ന് പലരും ചിന്തിച്ചു പോകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.